ഗോദ്രയിൽ കർഷകർ സഞ്ചരിച്ച തീവണ്ടി കത്തുന്നതോടെയാണ് നരോഡ പാട്ടിയിലെയും ഗുൽബർ സൊസൈറ്റിയിലെയും അടക്കം ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ തലവര മാറ്റിവരയ്ക്കപ്പെട്ടത്. 56 കർഷകരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ സബർമതി എക്സ്പ്രസിന്റെ SR ബോഗി കത്തിക്കപ്പെട്ടത് മുസ്ലിങ്ങളാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. അന്നു രാത്രി തന്നെ പ്രതികാരക്കുരുതി തുടങ്ങി. ഇന്ത്യ 2 കറുത്ത ദിനങ്ങളിലൂടെ കടന്നുപോയി. 2 കറുത്ത ദിനങ്ങളും ഉണ്ടാക്കിയത് BJP തന്നെ. ഒന്ന്, അയോധ്യ രാമക്ഷേത്രം തകർക്കുക. പോകുന്ന വഴിയിലെല്ലാം എല്ലാ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ദളിതരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ഹിന്ദുക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. അതുകൂടാതെ അടുത്തത് ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപത്തിൽ 1000-ൽ പരം മുസ്ലിങ്ങളെയാണ് അതിക്രൂരമായിട്ട് അവർ കൊന്നൊടുക്കിയിട്ടുള്ളത്. അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ പ്രതി ചേർക്കപ്പെട്ടിട്ട് ഒരു കേസ് വന്നു. പക്ഷേ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ഊരി വന്നു. ഭരണത്തിലേറിയപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് അതിൽ നിന്നും വെട്ടുക തന്നെയാണ്. എമ്പുരാൻ എന്ന സിനിമയിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. 2002-ലെ ഗുജറാത്ത് കലാപം വളരെ വ്യക്തമായിട്ട് ചെറിയൊരു ഭാഗമായിട്ടെങ്കിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ.